കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോ പ്രഭാതങ്ങളും അർത്ഥപൂർണമാകുന്നത് നാം ദൈവവചനത്തോടൊപ്പം ആരംഭിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനത്തോടൊപ്പം നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം എങ്ങനെ സ്നാനപ്പെടണം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? എങ്ങനെ സ്നാനപ്പെടണം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇവിടെ എന്താ വായിക്കുന്നത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ എങ്ങനെ സ്നാനപ്പെടണം എന്നുള്ള വിഷയത്തിന് ദൈവത്തിന്റെ വചനം നൽകുന്ന വ്യക്തമായ മറുപടി എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട ജനം പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് പത്രോസ് പറഞ്ഞ മറുപടിയാണ് നാം ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2:38 വായിച്ചത്. എന്താ പത്രോസ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനസാന്തരമാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പ്രസംഗിച്ചത്, യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്, പ്രവാചകന്മാർ പ്രസംഗിച്ചതെല്ലാം മാനസാന്തരപ്പെടാനാണ്. യേശു കർത്താവ് എന്താ പ്രസംഗിച്ചത്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നു, യേശു കർത്താവ് എന്താ പ്രസംഗിച്ചത്? മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെടാനാണ് കർത്താവ് പ്രസംഗിച്ചത്. യോഹന്നാൻ സ്നാപകൻ എന്താ പ്രസംഗിച്ചത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും എന്താണ്? മാനസാന്തരപ്പെടാനാണ്. ഇനി അപ്പോസ്തലന്മാരെന്താ പ്രസംഗിച്ചത്? അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3:19, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അപ്പൊ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയാനാണ്. ഇപ്പൊ തിരുവചനത്തിൽ ഉടനീളം നാം കാണുന്നത് മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം മാനസാന്തരപ്പെടുന്ന ഒരുവനെയാണ് സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടതെന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം നൽകുന്ന മറുപടി, മാനസാന്തരപ്പെടുന്ന ഒരുവനെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഇനി നാം മാനസാന്തരപ്പെടാതിരുന്നാലോ? ലൂക്കോസിന്റെ സുവിശേഷം 13:3 പറയുന്നു, ലൂക്കോസ് 13:3, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മാനസാന്തരപ്പെടാതിരുന്നാൽ നാം നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും മാനസാന്തരത്തിന്റെ നല്ല അനുഭവം ഉണ്ടാകുവാനായിട്ടാണ്.
മാനസാന്തരപ്പെട്ട് നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പ്രകാരം പറഞ്ഞത് ലൂക്കോസ് 15:7. ലൂക്കോസ് 15:7. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം തിരുവചനം പഠിച്ചാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഇവിടെ കർത്താവ് പറയാണ്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലിയാണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നാം കൈക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുന്നത്. നാം ചിന്തിക്കുക, നാം എപ്രകാരമുള്ള വ്യക്തികളാണ്? നമ്മുടെ പാവങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരത്തിന്റെ നല്ല അനുഭവത്തിൽ ജീവിക്കുന്നവരാണോ, അതോ നാം മാനസാന്തരമില്ലാത്ത പാപത്തിന്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണോ? ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കലഞ്ഞൂർ സഭയിലെ അമ്മണി പീറ്ററിന്റെ ജന്മദിനമാണ്. പ്രിയ സഹോദരിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം അടിയങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ വഴികളിലും അടിയങ്ങൾക്ക് വെളിച്ചം പകരുന്നതാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിനനുസരിച്ച് മാനസാന്തരത്തിന്റെ നല്ല അനുഭവത്തിൽ ജീവിപ്പാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനമുള്ള പ്രിയ അമ്മണി പീറ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. പുതിയ വർഷം പ്രിയ മകൾക്ക് എല്ലാ അനുഗ്രഹത്തിന്റെയും വർഷമാക്കി തീർക്കണമേ. അതുപോലെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു വിശുദ്ധ ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.